പ്ലാനിങ് ഡെയിലി എടുക്കണം. ആരാണ് ഫേവറേറ്റ് ഫുട്ബോൾ പ്ലെയർ? മെസ്സി. മെസ്സി ഫാനാണ്. എന്താ മെസ്സിനെ ഇത്ര ഇഷ്ടമാകാൻ കാര്യം? ലുക്ക് അടിപൊളിയാ. ഓ, മെസ്സി സുന്ദരനാണ്. എന്താ പറയാനുള്ളത്? എനിക്കിപ്പോ പറയാനുള്ളത് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. എന്നാലും ഒന്നും പറയാനില്ല. ആർക്കോ ഒരു ഉമ്മ കൊടുത്തുപോയി. പിന്നീട് ഇദ്ദേഹം എപ്പ കണ്ടാലും ഇസുവിന്റെ കോണ്ടന്റ് അല്ലാണ്ട് ഇസുവിന് ഏറ്റവും ഇഷ്ടമുള്ള കോണ്ടന്റ് ക്രിയേറ്റർ ആരാണ്? സൂപ്പർവാവ. എന്താ സൂപ്പർവാവനെ ഇഷ്ടപ്പെടാൻ കാര്യം? ഇസു ചെയ്തതിൽ ഇസുവിന്റെ ഫേവറേറ്റ് വീഡിയോ ഏതാ? നമ്മളൊരിക്കലും വന്നായി മറക്കരുത് അറിയാറുണ്ട്. പക്ഷെ വന്നായി വന്ന് ലക്ഷ്യം ജോലിയെങ്കിൽ പഠിക്കൂ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ. ഹായ് ഹലോ, സൈനാസ് വിത്ത് പ്ലസിന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ദിസ് ഇസ് മീ മീനാക്ഷി സുധീർ വിത്ത് യു. ആൻഡ് ഇന്ന് എന്നെ ജോയിൻ ചെയ്യുന്നത് ഒരു കുട്ടി സോഷ്യൽ മീഡിയ താരമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഇസാനിസത്തിലെ ഇസു ആണ് എൻ്റെ കൂടെ ഉള്ളത്. ഹായ് ഇസാൻ. ഹായ്. എന്താണ് ഇസാനെ വീട്ടിൽ വിളിക്കുന്നത്? ഇസാൻ തന്നെയാണ്. ഞാൻ ഇസാനിനെ വിളിക്കണോ ഇസുന്ന് വിളിക്കണോ ആകെ കൺഫ്യൂസ് ആയിട്ടിരിക്കണം. ഇസുന്ന് വിളിക്കാറുണ്ടോ ആൾക്കാര്? ഇടക്കിടക്ക് വിളിക്കാറുണ്ട്. ഞാൻ എന്താ വിളിക്കണ്ടേ? എന്ത് വിളിച്ചാണ്? അപ്പൊ വെൽക്കം ടു ദ ഷോ ഇസു. താങ്ക് യു. അപ്പൊ ഇസുവിന്റെ നാടായിട്ടുള്ള കോഴിക്കോട് ഇരുന്നിട്ടാണ് നമ്മൾ ഈ ഒരു ഇന്റർവ്യൂ എടുക്കുന്നത്. ഇസുവിന്റെ വീഡിയോസ് എനിക്ക് തോന്നുന്നു ഇത്രയും അധികം ആൾക്കാരിലേക്ക് എത്താനായിട്ടുള്ള ഒരുപാട് റീസൺസ് ഉണ്ട്. അതിൽ എനിക്ക് പേഴ്സണലി തോന്നിയ റീസൺ എന്താ അറിയോ? ഒന്ന്, ഇസുവിന്റെ ചിരി. പിന്നെ ഇസുവിന്റെ ഭയങ്കര ക്യൂട്ട്നെസ്. യു ആർ ആൻ ആബ്സല്യൂട്ട്. നമ്മളിപ്പോ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നൊരു വാക്കില്ലേ, പൂക്കി, യു ആർ വൺ ഓഫ് ഇറ്റ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്ലാങ്, കാലിക്കറ്റ് സ്ലാങ്. എന്താണ് ഇസുവിന് തോന്നുന്നത്? ഇസുവിന്റെ വീഡിയോ ഇത്രയും ആൾക്കാർക്ക് ഇഷ്ടപ്പെടാനായിട്ടുള്ള ഒരു കാരണം? ചിരി, അങ്ങനത്തെ ഒരു ഇത്. പിന്നെ എന്റെ സ്ലാങ്, പിന്നെ കോഴിക്കോടായോണ്ട് ആൾക്കാർ കാണുമല്ലോ. എന്താണ് കോഴിക്കോടിന്റെ ഒരു പ്രത്യേകത ഒന്ന് പറഞ്ഞേ? കോഴിക്കോടിന്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ അറിയില്ല. ഓക്കെ. അപ്പൊ ഇസുവിന്റെ വീഡിയോസ് ആക്ച്വലി ആ ഒരു പേജിലൂടെയാണ് നമ്മൾ കാണുക. പക്ഷെ അതിനപ്പുറം എന്താണ് ഇസാൻ മുഹമ്മദ് എന്ന് നമുക്ക് ചോദിച്ചറിയാം. അപ്പൊ ഞാൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും, അതിനിങ്ങനെ ടപ്പ് പറഞ്ഞിട്ട് ഉത്തരം പറയണം. ഓക്കെ? ഫുൾ നെയിം? ഇസാൻ മുഹമ്മദ്. ഏജ്? 12. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6th സ്റ്റാൻഡേർഡ്. ഉപ്പാന്റെ ഉമ്മാന്റെ പേര്? ഉപ്പാന്റെ പേര് മുഹമ്മദ് സലീം, ഉമ്മാന്റെ പേര് നൗഷിദ. ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മ, 2 ചേട്ടന്മാരുണ്ട്. 2 ചേട്ടന്മാരാണുള്ളത്. 2 ചേട്ടന്മാരുടെ പേര്? ഒരു ചേട്ടന്റെ പേര് മുഹമ്മദ് ഷിഹാന്, ഒരു ചേട്ടന്റെ പേര് ആസിബക്കർ. ഓക്കെ. അപ്പം ഇവർ 2 പേരും കൂടിയിട്ടാണ് ഇന്ന് ഇസുവിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇസുവിന്റെ വീഡിയോസിന്റെ പുറകിൽ 2 ചേട്ടന്മാരാണ്. എങ്ങനെയാന്ന് കേക്കട്ടെ. നിങ്ങളെ ഈ ഒരു ഐഡിയയിലേക്ക് ഇപ്പം 2 ചേട്ടന്മാരുണ്ടല്ലോ. മൂത്ത ചേട്ടൻ എന്താ ചെയ്യുന്നേ? മൂത്ത ചേട്ടൻ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ. ഇളയ ചേട്ടനോ? ഇളയ ചേട്ടന് 8ാം ക്ലാസ്സിലാണ്. ഇസുവിന് ഇതിൽ ആരെടുത്താണ് കൂടുതൽ കമ്പനി ഉള്ളത്? മൂത്ത ചേട്ടനോടാണോ ഇളയ ചേട്ടനടുത്താണോ? രണ്ടാളടുത്ത് കമ്പനി ഉണ്ട്. ഇസു ആണോ വീട്ടിലെ ചെല്ല കുട്ടി? അപ്പൊ കൊഞ്ചിച്ച് പേരൊന്നും വിളിക്കില്ല പറഞ്ഞാ ഞാൻ വിശ്വസിക്കില്ല. എന്തെങ്കിലും പേരൊക്കെ ഉണ്ടാവും അല്ലേ? കണ്ടോ ചേട്ടനോടൊന്ന് തലയാട്ടുന്നുണ്ട്. എന്താ പേര്? നന്നു. കണ്ടോ, ഒരു പേരുണ്ട്. അപ്പൊ ഞാൻ നന്നു എന്ന് വിളിച്ചോട്ടെ? അവൻ നന്നു എൻ്റെ അടുത്ത് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചോദിക്കാം. അപ്പൊ പറയും, നന്നുവിനെ കൊണ്ട് തന്നെ അഭിനയിപ്പിക്കാം എന്ന് ആരാണ് തീരുമാനം എടുത്തത്? ഉപ്പാണോ അതോ 2 ചേട്ടന്മാരാണോ? 2 ചേട്ടന്മാരാണ്. ഇസുവിന് ഇങ്ങനെ നന്നായിട്ട് അഭിനയിക്കാനായിട്ട് കഴിവുണ്ടെന്ന് ആരാ കണ്ടെത്തിയത്? മൂത്ത ചേട്ടൻ. ആ സംഭവം ഒന്ന് വിവരിക്കാവോ? എങ്ങനെയായിരുന്നു ഫസ്റ്റ് വീഡിയോ എടുക്കാനായിട്ടുണ്ടായ ഒരു കാരണം? ആദ്യം എന്റെ ചെറിയ ചേട്ടന് ആയിട്ട് വീഡിയോ എടുത്തു. പക്ഷെ അതിലൊന്നും കേറിയില്ല, റീച്ച് ഒന്നുമില്ല. പിന്നെ എന്റെ ആയിട്ട് എടുത്തപ്പോ കേറി. എന്റെ ഐറ്റം എടുത്തപ്പോഴാണ് പിന്നെ സംഭവം കേറിയത്. അപ്പൊ ഇസുവിന് ആദ്യം ഇസുവിന്റെ ഒരു വീഡിയോ എടുത്തപ്പോഴത്തേക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതായത് മൂത്ത ചേട്ടന്റെ എടുത്തപ്പോ കേറിയില്ല, ഇനി എന്റെ എടുത്തു കഴിഞ്ഞാൽ ഹിറ്റ് ആകുമോ അതോ ഇല്ലയോ, അങ്ങനെ. അപ്പൊ ഫുൾ കോൺഫിഡന്റ് ആയിരുന്നു? അത് രണ്ടിന്റെ ഇടയില് കോൺഫിഡന്റും ഉണ്ടായിരുന്നു, കുറച്ച് പേടിയും ഉണ്ടായിരുന്നു. കുഞ്ഞിന് ഇഷ്ടം ഉണ്ടായിരുന്നു അങ്ങനെ അഭിനയിക്കാനൊക്കെ? ഉണ്ട്. അപ്പൊ ചില നേരമൊക്കെ ഒരു മടി ഉണ്ടാവലുണ്ട്, ചില നേരം ഒരു ഇൻട്രസ്റ്റ്.
ഇൻട്രസ്റ്റ് ആവും. അപ്പൊ ഈ മടി പിടിച്ചിരിക്കുമ്പോ ആരാ പറയണ ഇല്ല നന്നു വാ വീഡിയോ എടുത്തേ പറ്റുള്ളൂ പറഞ്ഞിട്ട് ആരാ കൊണ്ടുവരിക? മൂത്ത ചേട്ടൻ കൊണ്ടുവരും. മൂത്ത ചേട്ടനാണ് പേജ് ഹാൻഡിൽ ചെയ്യുന്നത് അല്ലേ? ഓക്കെ. ആദ്യമായിട്ട് ഇസുവിന്റെ ഇപ്പം കേരളത്തിന്റെ അല്ലേ, കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് പല കാര്യങ്ങളും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കുറെ മോട്ടിവേഷൻ, തോറ്റാലും നമ്മള് എൻകറേജ് ചെയ്യണം എന്നുള്ള പോലത്തെ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ഒരു ബേസ് ഐഡിയ സ്ക്രിപ്റ്റിംഗ് ഒക്കെ ആരാ ചെയ്യുന്നത്? അത് മൂത്ത ചേട്ടനാണ്. ഫുൾ മൂത്ത ചേട്ടനാണ്. അപ്പൊ സത്യം പറഞ്ഞ ഇന്റർവ്യൂല് നമ്മൾ മൂത്ത ചേട്ടനെ കൂടെ കൊണ്ട് ഇരുത്തണതാണ് തന്നെ ആണ്. അപ്പൊ ഈ രണ്ട് ചേട്ടന്മാരിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്നത് ആരാ? മൂത്ത ചേട്ടനല്ലേ. എടാ ഇത് നീ എല്ലാം ഉത്തരം മൂത്ത ചേട്ടൻ മാത്രം ഉത്തരം തരണേ. ഇളയ ചേട്ടൻ അവിടെ ഇരുന്ന് ചിരിക്കുന്നത് ശരിയാണോ പറയണേ? അല്ല അപ്പൊ ഇസു ഈ വീഡിയോ എടുത്തിട്ട് എന്താ പിന്നെ ഇളയ ചേട്ടനൊന്നും പിന്നെ ഇടയിൽ അങ്ങോട്ട് ഒരു താരമായി കയറി വരാഞ്ഞ? പിന്നെ ഫുള്ള് ഇസു ആണല്ലോ. ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവലുണ്ട്. പക്ഷെ പിന്നെ കൊറേ ചെക്കന്മാര് വീടിന്റെ ഫ്രണ്ട് ഒക്കെ ഉണ്ടാവല്ലോ, വീട്ടിനടുത്തുള്ള ഫ്രണ്ട്, ഓലൊക്കെ പിന്നെ സപ്പോർട്ടാണ്. ഒരു വീഡിയോ എടുക്കാൻ വരലുണ്ട്. അതിനോട് ഇത്ര ഇതിൽ എത്തി കിട്ടി. ഓക്കെ. ആദ്യമായിട്ട് ട്രെൻഡിങ് ആവണ വീഡിയോ ഏതാ? അത് മോരിസോടല്ലേ. ആ വീഡിയോ ആണ് ആദ്യം ട്രെൻഡിങ് ആവുന്നത്. ഓക്കെ. ഇപ്പം ഈ മോരിസോഡന്റെ വീഡിയോയിലും അതുപോലെ തന്നെ ഒരു ലൈക്ക് ഐസ്ക്രീം വെക്കുന്ന ഒരു വീഡിയോ ഇല്ലേ നിങ്ങള്? ആ ഫോണ് കാണാണ്ട് പോയി ടോർച്ച് അടിച്ച് നോക്കി അതിലൊരു സുന്ദരി കുട്ടിയൊക്കെ ഉണ്ടല്ലോ. ഈ കുട്ടികളൊക്കെ വീടിന്റെ അടുത്തുള്ളതാണോ? അത് കുടുംബക്കാരാ. ഓ കസിൻസ് ആണ്. കസിൻസ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വീഡിയോ എടുക്കാനുള്ള ഒരു ദിവസം എങ്ങനെയായിരിക്കും? എല്ലാരെയും വിളിച്ച് പറയും ഇന്ന് വീഡിയോ എടുക്കാറുണ്ട് ഒന്ന് കേക്കട്ടെ, എങ്ങനെയാണത്? എന്റെ വീട് ഇപ്പൊ ഇവിടെ ആണെങ്കിൽ കസിന്റെ വീട് ഇവിടെ തൊട്ടടുത്താ. എന്റെ ഉപ്പന്റെ അനിയന്റെ മോളാണ് അത്. അപ്പൊ ഓലെ വിളിക്കൂ, കൊറേ ഫ്രണ്ട്സും അങ്ങനെ വിളിച്ചു വരും. ഓക്കെ. അപ്പൊ ഈ കൊച്ചും എടുക്കാൻ ഒരു 6ാം ക്ലാസ്സുകാരനാണ്. പക്ഷെ പഠിച്ച് വലുതായിട്ട് ആരാണ് എന്റെ ആഗ്രഹം? വലുതാകുമ്പോ ആരാവണം എന്നാണ്? കോണ്ടന്റ് ക്രിയേറ്റർ. കോണ്ടന്റ് ക്രിയേറ്റർ എന്നാണോ? കോണ്ടന്റ് ക്രിയേറ്റർ എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരിക്കുന്നത് ഐ വോണ്ട് ടു ബിക്കം ദ CM ഓഫ് കേരള എന്നാണ്. ശരിക്കും അങ്ങനെ ആഗ്രഹം ഉണ്ടോ? ആ വീഡിയോക്ക് വേണ്ടി കേറും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. ആരാ പറഞ്ഞ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കേറുന്നു? ചേട്ടൻ മൂന്ന് വീഡിയോ പറഞ്ഞ ഈ വീഡിയോ എന്തായാലും 5 ഇല്ലാണ്ട് മുകളിൽ പോകുന്ന ഉറപ്പ് പറയും. അപ്പൊ ആ വീഡിയോ കേറും, നല്ല കേറും. അപ്പൊ അങ്ങനെ ചേട്ടൻ പറഞ്ഞ എല്ലാ വീഡിയോ കേറിയിട്ടുണ്ട്. 3 വീഡിയോ, ഒന്ന് മോരിസോഡന്റെ, ഒന്ന് പ്ലാനിങ് ഡെയിലി എടുക്കണ്ടേ, പിന്നെ ഒന്ന് വന്ന വഴി മറക്കരുത്. ആ 3ഉം കേറിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞല്ലേ പ്ലാനിങ് മാത്രം നടക്കണ്ടേ പറഞ്ഞ ആ സംഭവം ഒന്ന് ഞങ്ങൾക്ക് വേണ്ടിട്ട് ഒന്ന് പറയാമോ? പ്ലാനിങ് ഡെയിലി എടുക്കണ്ടേ, പ്ലാനിങ് ഡെയിലി എടുക്കണ്ടേ. ഇതാണ് നമ്മുടെ ഓരോ ഭാവി കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ നമ്മളെ ജീവിതത്തിൽ പറയുന്ന വലിയൊരു കാര്യമാണ് പറയുന്നത്. അതായത് ചേട്ടൻ ഇങ്ങനെ അല്ലേ, നമ്മളെ യൂത്തിനാണെങ്കിൽ എന്തൊക്കെയാ സംസാരിക്കണേ എന്ന് ചേട്ടന് നല്ല രീതിയിൽ അറിയാം. ഇക്ക അതൊക്കെ കൊണ്ടുവന്നിട്ട് ഈ ചെറുതിനെ പഠിപ്പിക്കും. ഇക്കാനെ വിളിച്ചിരുത്തണം ഇന്റർവ്യൂല്. ഇക്ക എപ്പോഴും ബിഹൈൻഡ് സ്ക്രീനിലാണോ നിൽക്കാറ് ഇസു? ഇപ്പൊ അങ്ങനെയാണോ എനിക്കറിയില്ല. അറിയില്ല. എപ്പോഴും പറഞ്ഞിട്ടില്ല എന്റെ കൂടെ ഒന്ന് വന്ന് അഭിനയിക്കുന്നു ഇസു പറഞ്ഞിട്ടില്ലേ? ഒറ്റൊരു വീഡിയോയിലിട്ട് അഭിനയിച്ചുകള്. അതെന്താ ഒറ്റൊരു വീഡിയോയിൽ നിർത്തി കളഞ്ഞത്? ആ വീഡിയോ എടുക്കാൻ വേറെ ആരും ഇല്ലേറ്റ്. ഓ ഇക്ക അല്ലെങ്കിൽ വേറെ ആര് വീഡിയോ എടുക്കും? അതുകൊണ്ട് ഇക്ക ഒരൊറ്റ വീഡിയോയിലേ വന്നിട്ടുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഇസു ഇത് ചെയ്യേണ്ടത് എന്നുള്ളത് ഇക്ക കാണിച്ചു തരും? അത് ഇസുവിന്റെ കൈ നിന്നിട്ട് അങ്ങനെ ചെയ്യണോ? കാണിച്ചു തരും. അത് ശരി. അപ്പൊ ഇക്കയാണ് ഇതിന്റെയൊക്കെ ഒരു ഒറിജിൻ. ഇസു ആ വീഡിയോയില് പറഞ്ഞ മാതിരി ഒരു ദിവസം കേരളത്തിന്റെ CM ആവാനായിട്ടുള്ള ഒരു ഇത് കിട്ടുകയാണ് വിചാരിക്കേ, വലുതാവുമ്പോ എന്ത് മാറ്റാണ് കേരളത്തിൽ കൊണ്ടുവരിക? അതില് പറയുന്നുണ്ട് പല പല മാറ്റങ്ങളും. അങ്ങനെ ഇസുവിന് മനസ്സിൽ തോന്നണ എന്ത് മാറ്റാണ് കേരളത്തിൽ കൊണ്ടുവരിക? കേക്കട്ടെ. സ്കൂള് കാലവർഷം ലീവ് കൊടുക്കുക, പിന്നെ മോരിസോടൊക്കെ വെറുതെ പറഞ്ഞതാ, പിന്നെ അങ്ങനൊക്കെ കൊടുക്കും. എന്നാലും വീഡിയോയില് പറയാത്ത എന്തെങ്കിലും ഒരു മാറ്റം ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ലൈഫിൽ വരണമെന്നുണ്ട് ഇസുവിന്. എന്താണ് ആ മാറ്റം? ടീച്ചർമാരൊന്നും അടിക്കാൻ പറ്റൂല. അടിക്കോ ഇസുവിനെ എപ്പോഴും ടീച്ചർമാര്? അടിക്കാറുണ്ട്. എന്തിനാ അടി കൊള്ളാറ്? പഠിക്കാത്തതിന്, ഹോംവർക്ക് ചെയ്യാത്തതിന്. ഐശ്വര്യ അപ്പൊ വീഡിയോ എടുത്ത് നടക്കുള്ളൂ, ഹോംവർക്ക് ചെയ്യില്ല? ഇടക്കിടക്ക് ചെയ്യാറുണ്ട്. ഇടക്കിടക്ക് ചെയ്യാൻ വിട്ടുപോകാറുണ്ട്. ഞങ്ങളെ സെലിബ്രിറ്റീനെ ടീച്ചേഴ്സ് അടിക്കുവോ? എന്തെങ്കിലും വീട്ടിൽ എന്തായാലും ഹോംവർക്ക് ചെയ്യൂല. സ്കൂൾ എത്തിയാല് ചെയ്തോലെ നോട്ട്ബുക്ക് എടുത്തിട്ട് എഴുതും.
വീട്ടിൽ നിന്ന് നമ്മൾ ഹോംവർക്ക് ചെയ്യില്ല ഇല്ല. ആ ഓക്കെ. അപ്പൊ അതിന് അടി കൊള്ളാം. അപ്പൊ ടീച്ചർമാർ അടിക്കണം നിർത്തണം. പിന്നെ അത്രയൊക്കെ അത്രേ ഉള്ളൂ. അങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. എന്നാൽ ഇസുവിന്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ജോലി ഉണ്ടാവണം. ഓ, ജോലി ആകണം എന്നാണ് ആഗ്രഹം. ചേട്ടന്മാരവിടെ കിടന്നിരിക്കുകയാണ്. എന്താണ് ഇസു കേക്കട്ടെ? ഇസുവിന് എന്ത് വലുതാകുമ്പോ എന്ത് ജോലി ചെയ്യണം എന്നാണ് ആഗ്രഹം? ഫസ്റ്റ് ആഗ്രഹം പൈലറ്റാ. പൈലറ്റ് ആണ്. ഓ ഓക്കെ. ആ പിന്നെ ഫുട്ബോൾ പ്ലെയർ. ഫുട്ബോൾ പ്ലെയർ ആവണം. ആ ആരാണ് ഫേവറേറ്റ് ഫുട്ബോൾ പ്ലെയർ? മെസ്സി. മെസ്സി ഫാനാണ്. എന്താ മെസ്സിനെ ഇത്ര ഇഷ്ടമാകാൻ കാര്യം? മെസ്സിന്റെ കളി ആ കളിക്കും. പിന്നെ ലുക്ക് അടിപൊളിയാ. ഓ, മെസ്സി സുന്ദരനാണ് അതുകൊണ്ടാ. പിന്നെ നല്ല കളിക്കും. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പം ഫുട്ബോൾ പ്ലെയർ ആവണം, പൈലറ്റ് ആകണം. ഈ 2 ആഗ്രഹങ്ങളാണ് വലുതാവുക. അപ്പൊ കോണ്ടന്റ് ക്രിയേറ്ററോ? അത് ആവണം. അത് നമ്മൾ ഓൾറെഡി ആണല്ലോ. ഇസുവിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇപ്പൊ ഇക്ക പറയുന്നതല്ലാതെ ഞാൻ തന്നെ സ്ക്രിപ്റ്റ് എഴുതി എനിക്ക് ഒരെണ്ണം അഭിനയിക്കണം, എന്റെ തന്നെ ഐഡിയ ഇല്ല അങ്ങനെയൊക്കെ? ആവൂല. എന്താ? എനിക്കാവൂല. അങ്ങനെ പറയരുത്. നമ്മൾ മോട്ടിവേഷൻ വേണം. എനിക്ക് എടുക്കൂല. പറ്റില്ല. ഓക്കെ. ഈ ആൾക്കാരുടെ നല്ല നല്ല കമന്റ് ഒക്കെ വരുമല്ലേ? ഇസുവിനെ കാണാൻ എത്ര പേർക്കാ ഇഷ്ടം? ഇസുവിന്റെ ചിരി ഇഷ്ടം, ഇസുവിന്റെ സംസാരം ഇഷ്ടം. അങ്ങനെയുള്ളവരൊക്കെ ഈ ഒരു കമന്റ്സ് കാണുമ്പോ ഇസുവിന് എന്താ തോന്നുന്നത്? സന്തോഷം. ഇസുവിന്റെ വീഡിയോ കണ്ടിഷ്ടപ്പെടുന്ന ഇസുവിന്റെ ആരാധകർക്ക് വേണ്ടിയിട്ട് ഇസുവിന് ഇപ്പം മനസ്സ് തുറന്ന് അവരോട് സംസാരിക്കാൻ ഞാനൊരു സ്പേസ് തരികയാണ്. പറഞ്ഞു. എന്താ പറയാനുള്ള അവരോട്? എനിക്കിപ്പോ പറയാനുള്ളത് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. എന്നാലും ഒന്നും പറയാനില്ല. തക്കടു എടല്ലേ ഒരു ചേച്ചി ഇല്ലേ വീഡിയോയില് കാണാലോ? ഞാൻ ഇസുവിന്റെ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് ഏറ്റവും റിലേറ്റബിൾ ആയിട്ട് തോന്നിയൊരു വീഡിയോ കൂടെയാണ്. അറിയാണ്ട് ആ ചേച്ചി പാവ ഫോണിൽ കൂടെ ആ ചേച്ചിന്റെ ലവറോ പാർട്ട്ണറോ ആർക്കോ ഒരു ഉമ്മ കൊടുത്തുപോയി. പിന്നീട് ഇദ്ദേഹം എപ്പ കണ്ടാലും ആക്ഷൻ കാണട്ടെ. അത് വേണ്ട. ഓ, എന്നാലും ഒരു ഒന്ന് നേരിട്ട് കാണാല്ലേ ഇസു? ആ ചേച്ചി ആരാ? ചേച്ചി സ്വന്തം ചേച്ചിയാണോ? പിന്നെ ഓളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഞാൻ ഓർത്ത് ഇസുവിന്റെ റിലേറ്റീവോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെയൊന്നുമില്ല. സെലിബ്രിറ്റി ആണല്ലേ? ഓക്കെ. അപ്പം എങ്ങനെയുണ്ട് ഇപ്പൊ മൊത്തത്തിൽ ഈ ഒരു സെലിബ്രിറ്റി ലൈഫ്? ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങുമ്പോ ആൾക്കാരൊക്കെ തിരിച്ചറിയണ്ടോ? പുറത്തേക്ക് ഇറങ്ങുമ്പോ ആൾക്കാര് ഫോട്ടോ എടുക്കും. പിന്നെ ഇൻസ്റ്റാഗ്രാമുള്ള അങ്ങനെയൊക്കെ ചോദിക്കും. എന്താ ഇതൊക്കെ കാണുമ്പോ ഞാനൊരു സ്റ്റാറായി എന്ന് വിചാരിച്ചിട്ട് സന്തോഷം തോന്നും? അതോ എനിക്ക് പുറത്തിറങ്ങി പഴയ പോലെ കളിക്കാൻ പറ്റുന്നില്ലല്ലോ, ബസ്സിൽ പോവാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഒരു ദുഃഖമാണുള്ളത്? അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോ സാധാരണ സന്തോഷം. കോണ്ടന്റ് ക്രിയേഷൻ അല്ലാണ്ട് എന്താണ് ഇസുവിന് വെറുതെ വീട്ടിലിരിക്കുമ്പോ ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം? കളിക്കാൻ പോവാ, ഗ്രൗണ്ടിൽ കളിക്കാൻ പോവാ, അല്ലെങ്കിൽ ഫോർത്ത് യൂട്യൂബോ ഗെയിം കളിക്കും. അതാണ്. ഇപ്പം ഇസുവിന്റെ കോണ്ടന്റ് അല്ലാണ്ട് ഇസുവിന് ഏറ്റവും ഇഷ്ടമുള്ള കോണ്ടന്റ് ക്രിയേറ്റർ ആരാണ്? സൂപ്പർവാവൻ ഇഷ്ടമാണ്. എന്താ സൂപ്പർവാവൻ ഇഷ്ടപ്പെടാൻ കാര്യം? ഹലോ ബൈ ഗൈസ്. എങ്ങനെയാ സൂപ്പർവാവ അത് പറയുന്നത് കേക്കട്ടെ? ഹലോ ബൈ ഗൈസ്. ഓക്കെ. ഈ കോണ്ടന്റ് ഇപ്പൊ ഇസു ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും തെറ്റിയൊക്കെ പോകുമ്പോ ഇക്ക വഴക്ക് പറയാറുണ്ടോ? എന്താ ഇക്ക ഞങ്ങളുടെ കൊച്ചിനെ വഴക്ക് പറയണത്? എന്താ പറയാ ഇക്ക ഒന്ന് കേക്കട്ടെ. ഇക്ക പറയണ പോലെ അഭിനയിച്ചിട്ട് കാണിക്കണേ. കാട്ടെ, ഞാൻ ഇസു ആണ്, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് ഞാൻ തെറ്റിച്ചിട്ട് ഞാൻ ഇരിക്കുക, എന്നെ വഴക്ക് പറയണം. ഭയങ്കര നാണമാണല്ലോ ഈ. ശരിക്കും ഇത്ര നാളാണോ ഇസുവിന്? എന്ത് വെച്ചാലും ഇവിടെ ഇത്ര ഭയങ്കര നാണക്കാരനാണോ? അല്ലെങ്കിൽ ഇത്രയും പേരെ മുമ്പിലൊക്കെ വെച്ച് ചോദിക്കുമ്പോ ഒരു അതാണ് അല്ലേ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ എങ്ങനെ നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോ നിങ്ങൾ മാത്രമാണ് ഉണ്ടാവാറുള്ളൂ? പിന്നെ ഫ്രണ്ട്സ് ചിലവര് കാണാനുണ്ടാവും. അപ്പൊ അവരുടെ മുമ്പിലൊക്കെ വെച്ച് അഭിനയിക്കുമ്പോഴത്തേക്ക് ഒരു നാണം വരും. അല്ല, അപ്പൊ ഭാവിയിൽ ഇനി സിനിമയിലേക്കൊക്കെ ഒരു ഇത് വന്ന് വലിയ സിനിമാ നടനായാൽ എന്ത് ചെയ്യും? അഭിനയിക്കാൻ പോകും. അഭിനയിക്കാൻ പോകുന്ന അറിയാം, അതല്ല ഇതുപോലെ കുറെ ആൾക്കാരുടെ നടുവിൽ അഭിനയിക്കണ്ടേ? കരയണം, ചിരിക്കണം, ഇടിക്കണം, പേടിക്കണം, പല ഭാവങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പൊ ഇസുവിനൊരു വലുതായിട്ടല്ലേ? വലുതായിട്ട്
വലുതായിട്ട് അഭിനയിക്കാൻ പോവുള്ളൂ. ഇപ്പൊ വിളിച്ചാ പോവില്ലേ അപ്പോ? ഓ ഒരു സിനിമ കിട്ടിയിരിക്കണ്. ആ അപ്പൊ അതിന്റെ വിശേഷം കേട്ടെ. ഏത് സിനിമ കിട്ടിയിരിക്കണേ? എന്താ മറന്നുപോയി പേര്. അപ്പൊ ഇസു കയറാറുണ്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഇസുവിന്റെ പേജ്? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് കാക്കയുടെ ഫോൺ എടുത്ത് നോക്കും. റീച്ച് നോക്കാനായിട്ട് കയറി. ഇസു ചെയ്തതിൽ ഇസുവിന്റെ ഫേവറേറ്റ് വീഡിയോ ഏതാ? വന്നോയി മറക്കരുത്. വന്നോയി മറക്കരുത്. അതിലെ ഡയലോഗ് നമുക്ക് വേണ്ടിട്ട് ഒന്ന് പറയാൻ പറ്റുമോ ഇസു? നമ്മളൊരിക്കലും വന്നോയി മറക്കരുത് പറയലുണ്ട്. പക്ഷെ വന്നോയി മറന്ന്. ഈ വീഡിയോ ഒക്കെ കാണുമ്പോ ഉമ്മ ഉപ്പ എന്താ പറയാ? വലിയ സ്റ്റാറായി, നമ്മളൊന്നും മൈൻഡ് ആക്കൂല അങ്ങനെ പറയും. ശരിക്കും വലിയ സ്റ്റാർ ആയി. ഈ പ്രതീക്ഷിച്ചിരുന്നോ ഇത്രയും വലിയൊരു സ്റ്റാർ ആകുമെന്നുള്ളത്? പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. ഇല്ല. എന്നാലും മിക്ക പറഞ്ഞില്ലേ ഈ വീഡിയോ 5 മില്യൺ കൺഫേം എന്ന് പറഞ്ഞപ്പോ പ്രതീക്ഷിച്ചിട്ടില്ലേ? പ്രതീക്ഷിച്ചു. അപ്പൊ അറിയാം ഞാനൊരു സ്റ്റാർ ആകും എന്നുള്ളത്. അപ്പൊ പറ, ഇസു എങ്ങനെ ഭയങ്കര നന്നായി പഠിക്കുന്ന കുട്ടിയാണോ അതോ ആവറേജ് അതോ ബാക്ക് ബെഞ്ച്? എവിടെയാണ്? ആവറേജ്. ഏതാ ഫേവറേറ്റ് സബ്ജക്ട്? ഹിന്ദി. ഹിന്ദിയാണ് ഇഷ്ടം. ഹിന്ദി പറയൂ? പറയൊന്നുമില്ല. പിന്നെ ഹിന്ദി ഇഷ്ടാ പറയുന്നത്? സിമ്പിളാണ് ഹിന്ദി. അത് ശരി. ഇംഗ്ലീഷ് ഇഷ്ടാ. മാത്സോ? ഇഷ്ടാ. അപ്പൊ പഠിപ്പിയാണല്ലോ. എല്ലാത്തിനും നല്ല മാർക്കൊക്കെ ഉണ്ട്. മാർക്ക് എന്താ പറഞ്ഞാല് AB ഇല്ല എല്ലാത്തിനും. അപ്പൊ നന്നായി പഠിക്കും. അപ്പം എന്തായാലും സുന്ദരക്കുട്ടപ്പ, എല്ലാവർക്കും ഇസുവിന്റെ വീഡിയോസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ചിരി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് ഈ ചിരിയുടെ രഹസ്യം ഇസു? രഹസ്യമൊന്നുമില്ല, ചിരിക്കുമ്പോ നല്ല രസമുണ്ടാവും. ഇതേപോലെ നല്ല കോണ്ടന്റ് ആയിട്ട് നമ്മളെ ഇസുവിനെ കൊണ്ടുവരണം. ഇനി എന്ത് കോണ്ടന്റാ ചെയ്യാൻ പോണേ? ഇന്നല്ല ഷൂട്ട് ഉണ്ടോ? ഒന്നുമില്ല. എങ്ങനെയാണ് നിങ്ങൾ വെറുതെ സൺഡേ സാറ്റർഡേ ഒക്കെ കിട്ടുമ്പോഴാണോ ഷൂട്ട് ചെയ്യുക അതോ? സ്കൂളിൽ മദ്രാസിൽ രാത്രി ഞങ്ങൾ മദ്രാസ് ഉണ്ടാകും. മദ്രാസ് ഇല്ലാത്ത സമയത്ത് വീഡിയോ എടുക്കലാണ്. ഓക്കെ. അപ്പം എന്തായാലും ഇനിയും വീഡിയോ എടുത്തിട്ട് വലുതാകുമ്പോൾ പൈലറ്റ് ആവണം. പിന്നെ ആരാവണം? ഫുട്ബോൾ പ്ലെയർ ആവണം, കോണ്ടന്റ് ക്രിയേറ്റർ ആവണം, എല്ലാം ആവണം. താങ്ക് യു സോ മച്ച് ചക്കരേ. വെൽക്കം. ലക്ഷ്യം ജോലിയെങ്കിൽ പഠിക്കൂ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ.